ട്രിപ്പിൻ്റെ ഇടയിൽ മൂപ്പത്തേര് റിയാർത്ത് പോയി നിങ്ങോട്ട് വാ ഏർവാടിയിലൊരു 3-4 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞാണ്ടെന്ന് മൂപ്പത്തേര് നിൽക്കണേ തരില്ലേ പണ്ട് കടലാണാൻ പോയ കാര്യങ്ങളൊക്കെ പറയാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് എൻ്റെ വലിയമ്മനെ കാണാൻ വേണ്ടി പോവാണ്. ബാബുൻ്റെ അമ്മ ഉണ്ട്, എൻ്റെ മമ്മി ഇത് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 4 ആളും കൂടിയാണ് പോണത്. അപ്പോൾ ഗായ്സ്, ഇത് ബാബുവിൻ്റെ സഹോദരനാണ്. ഒരേപോലെ ഇല്ലേ കാണാൻ, ഏകദേശം ഒരു കട്ട്. അതിന് പടഞ്ഞ് പന്തലുള്ള പരിപാടികളില്ലാണേ, കല്യാണമൊന്നുമില്ല. ആന്ന് ഇവരൊക്കെ കല്യാണം ഇവിടെ പന്തലുണ്ട ആവശ്യമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഷീറ്റ് ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനാണ് ഓൻ വന്നിങ്ങനെ. എന്താ മനസ്സിലാ എനിക്ക് പണി? സാധനം ഓക്കെ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ്ടോ ഓന് വന്നിട്ടുണ്ടായിരുന്നത്. ഇമ്മ കുറേ ദിവസമായി ഇമ്മമാനെ കാണണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വിചാരിച്ച് നമുക്ക് ഇങ്ങനെ പോവാന്ന് ഇമ്മമാനെ കാണാൻ. പരപ്പനങ്ങാടി പരപ്പനങ്ങാടിയിലമ്മ പാലത്തിങ്കല് എന്താണെന്ന് പണിക്കൊന്നും പോയിട്ടില്ല മൂപ്പത്തേര് കേട്ടോ. മമ്മീനെ കാണാൻ വേണ്ടി പോണല്ലേ. വലിയ ഇടക്കിടക്ക് കുടുങ്ങാണ്. എന്തോ നിങ്ങളല്ലേ നിങ്ങളമാരെ കാണാൻ പോണെന്ന് കുടുങ്ങിയിട്ടില്ല. ടൈമിൽ ഞാൻ ചൊറിഞ്ഞും കൊണ്ട് വിളിച്ചിട്ട് പോകുന്നില്ലല്ലോ, അന്ന് വിളിച്ചിട്ട് പോകുന്നില്ല, ഇന്ന് വിളിച്ചിട്ട് പോകുന്നില്ല. അത് പറഞ്ഞ ഇമ്മക്ക് ഇമ്മ എപ്പോഴെങ്കിലും ഇമ്മ ഒഴിവായിരിക്കുമ്പോഴേ കാര്യം പറയാം. പിന്നെ നമ്മക്ക് ഫ്രീ ഉള്ളപ്പോഴല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ആ പറയുന്നത് കേട്ടോ. അപ്പൊ ഇമ്മയുണ്ട്. ഹലോ ഗൈസ്. അമ്മ എന്താണ് ഒരു വലിയൊരു മക്കനെടുത്തിട്ട് വരാൻ നേരത്തെ മറ്റേ ഒരു ഫുള്ള് കവറാണ്. എന്താ അതിന്റെ പേര്? സെൽഫി മക്കനാ. ആ വലിയൊരു മക്കനില്ലമ്മ. ആ മൂടണ എന്താ അതിന്റെ പേര്? സെൽഫി മക്കനാ. അതിന്റെ പേരെന്താ? അല്ല അതിന്റെ പേരെന്താ? അതിനുമ്മ എന്താ സെൽഫി മക്കനെ എന്തോ ഒരു മക്കനെ പറയും. എന്തോ മക്കനെ പേര് പറയും. അപ്പൊ എന്തായാലും പേരറിയില്ലല്ലോ. ആ എടുത്തിട്ടിക്ക ഞാൻ പോയിക്കോളി ഓടുന്നായിട്ടൊന്നാക്കൊരു മാമാരി ലുക്ക്. നമ്മളെ വണ്ടിന്റെ നമ്പർ അവിടെ അവിടുന്ന് മമ്മാനെ എടുത്തിട്ട് പാറപ്പള്ളി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വഴിയിലെ മടവൂരും കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട എനിക്കറിയില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോവും. ആ വഴിയല്ല, ആദ്യം നമ്മള് പാറപ്പള്ളി പോവും, പിന്നെ അവിടുന്ന് മടവൂര്, പിന്നെ പറമ്പപ്പള്ളി, പിന്നെ അപ്പാനി പള്ളി. ഓക്കെ. അപ്പോൾ നമ്മൾ അപ്പം എന്തായാലും നമ്മൾ ഇനി നമുക്ക് മമ്മാനെ പോയി ആദ്യം ഇമ്മമാനെ ആദ്യം എത്തിയിട്ട് ഇമ്മമാൻ്റെ അടുത്ത് പോകുമ്പോൾ മമ്പുറത്ത് പോകാൻ തരും. അപ്പം ഇമ്മമാനെ ഇറക്കി വരുമ്പോൾ മമ്പുറത്ത് പോവാം. ടൈം കുറച്ച് വൈകി. നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയാണ്. എല്ലാവർക്കും ഒരു എനർജി കുറവ്. മൈ പയമ്പൊരി. നമ്മൾ മമ്മാനെ പിക്ക് ചെയ്ത് കുറച്ചേരം വേണം. വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു പോയി. ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത്. എന്തായാലും നമ്മള് പാറപ്പള്ളി മക്കാമിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ചായ കടലിന്റെ അടുത്താണ് ഈ ഒരു മക്കാമ് വരുന്നത്. അയ്യോ എന്റെ ചെരുപ്പൊക്കെ പോയി. ചമ്മ ബാബു കടലൊക്കെ കണ്ടിട്ട് കാലം കുറേ പോരാൻ കൂട്ടപ്പില്ല. അപ്പൊ ഇപ്പൊ പറയും മുപ്പത്തേരില്ലേ പണ്ട് കടലാണാൻ പോയ കാര്യങ്ങളൊക്കെ പറയാം. ഇമ്മൊക്കെ കടല് കണ്ടിട്ട് ചിലപ്പോ കാലം കുറേ ഉണ്ടാവൂലമ്മ. നിങ്ങള് കടലുണ്ട് എത്രയായി? ഞാൻ കണ്ടില്ല. എവിടാ? എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ ട്രിപ്പിന്റെ ഇടയിൽ മൂപ്പത്തേര് റിയാർത്ത് പോയി നിങ്ങോട്ട് വാ. ഏർവാടിയിലൊരു 3-4 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞാണ്ടെന്ന് മൂപ്പത്തേര് നിൽക്കണേ. ഞങ്ങൾ ഇനി ഉംറ പോവാണ് അല്ലമ്മ.
മറ്റേ എന്തായാലും ഇതിനെന്തോ പറയാലോ ആ എന്തോ മുട്ടായി. അപ്പം ഇമ്മ ഉംറക്ക് പോകണമ്മ എന്നും ഉംറക്കോണ് വാങ്ങട്ട് കുറവാണ്. 29-ാം തീയതിയാണ് ഉമ്മ ഉംറക്ക് പോണത്. സൗണ്ട് ഉണ്ടാവും അറിയില്ല. അപ്പോൾ ഇനി ഉംറക്ക് പോയ ഒരു മാസം കേട്ടോ കഴിഞ്ഞിട്ടിട്ട് വരുമോ, ഒരു മാസം കഴിഞ്ഞിട്ടിട്ട് വരുള്ളൂ പറഞ്ഞു, ഒരാഴ്ച എത്ര എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും മുമ്പത്തേര് പോട്ടെ, കുറേ കാലത്തൊരു ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും ഗായ്സ് നമ്മളിപ്പോൾ ബാബു പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അവിടെ കടലിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നത് കണ്ടുകൊണ്ട് കേട്ടോ, അടിപൊളി വ്യൂ കേട്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. ഇവിടെ ഉണ്ട് ലുക്ക്. പാറപ്പള്ളി മക്കാമിൻ്റെ അവിടേക്ക് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയതിന് ശേഷമാണ് ഞങ്ങളൊക്കെ അത് മനസ്സിലാക്കിയത്. എല്ലാവരും അങ്ങനെ ആഞ്ഞു വലിച്ചങ്ങനെ നടക്കുന്നു. ഇത് പള്ളിയാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ കടൽ വരുന്നത്. നല്ല രസമായിരുന്നു ഇവിടെ നിന്നൊക്കെ നോക്കാനായിട്ട്. തിരിച്ചു വരുന്നവരുടെ കയ്യിലൊക്കെ ഓരോ ബോട്ടിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ വെള്ളം എല്ലാ രോഗത്തിനൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും, വയ്യായിക്കൊക്കെ കുടിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മഴയത്ത് പെട്ട് കുറച്ച് തോനെ നടക്കാണ്ട് തോന്നുന്നുണ്ട്. പാറപ്പള്ളി മക്കാമിൻ്റെ അവിടേക്ക് നല്ലോണം പോവാണ്ട് തോന്നുന്നു. മഴയാണ്. ബാബു ഇതോ അവിടെ ഇരിക്കണ്, മീൻ ഓരോ അങ്ങോട്ട് നടന്നിക്കണ്. നമ്മൾ അവിടുന്ന് പോന്നു. പള്ളീൻ്റെ ആ ഭാഗത്തുള്ള വ്യൂ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടി ഇരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ നേരെ പോകണം ഇനി പറമ്പമ്പള്ളിക്കൊക്കെയാണ്. അപ്പോൾ കുറച്ച് പോകാനുണ്ട്. ഞാൻ ഒന്നാമത് മക്കാമിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് അവിടെ പോയി നമ്മൾ പോണത് എന്തിനാണ്, കുറച്ച് നേരം തോരന്ന് ഓതിയിരിക്കാനായിട്ടാണ്. അതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും എടുക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പറമ്പമ്പള്ളി പോയി ഇമ്മമ്മാനും ബാബുവിനെയൊക്കെ ഒന്ന് ഉഴിഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ വാങ്ങിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പറമ്പമ്പള്ളിക്കൊന്നും പോന്നു. നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഇതിൻ്റെ ഞാൻ എടുത്തിട്ടില്ല. ഇവിടെ ചെന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ അങ്ങനെ എടുക്കണ്ട വിചാരിച്ചില്ല. അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ കുറേ ഊതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒക്കെ നമ്മളിങ്ങോട്ട് പോന്നു. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ലേന്നു. നമ്മൾ ആ കാണൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പം എന്തായാലും നേരെ ഇപ്പോൾ ഒരു 4:30 അല്ലേ ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കോഴിക്കോടാണുള്ളത്. പെരും മഴയാണ് കേട്ടോ. അവിടെ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. എല്ലാവർക്കും വിശന്നിക്കണില്ല. അപ്പോൾ എനിക്ക് ബിരിയാണി അല്ല മോളെ, ഞങ്ങളില്ലേ ഞാൻ പരീക്ഷിക്കാണ്. ബിരിയാണി ഉമ്മ പറഞ്ഞേ, എൻ്റെ അമ്മ സാദാ ചോറാണ്, ബാബു പൊറാട്ടയാണ്. ഇതിലേതാണ് നല്ലത് നോക്കിയിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കാണ്. അമ്മ വന്നില്ല കേട്ടോ. മമ്മക്ക് വെയ്യാറിഞ്ഞിട്ട് മമ്മ കാറിൽ എടുക്കാണ്. മമ്മ എത്തി. മമ്മന്റെ ചോറ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ നേരെ പോയത് അപ്പാണിപ്പള്ളിക്കൊക്കെയാണ്. അവിടെ നമ്മളൊരു 4 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ എത്തുന്നത്. ആണെങ്കിൽ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ എന്താ അതാതോ അങ്ങനെ എന്തോ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനൊന്നും കൂടാൻ നിന്നില്ല. നമുക്ക് വേറൊരു പള്ളിയിലും കൂടി പോകണമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഈത്തപ്പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മലപ്പുറത്തെത്തി ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയാണ് കേട്ടോ. ഇമ്മമ്മാനെ അവിടെ ഇറക്കിയിട്ട് നമ്മൾ നേരെ പോകുന്നു. ഒന്നാമത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഭയങ്കര ക്ഷീണം. ചിലർക്ക് ഈ കാറിൽ ഇരുന്നാൽ ഛർദ്ദിക്കാൻ പറ്റും. കോഴിക്കോട് അപ്പാനിപ്പള്ളി പോകാൻ കഴിച്ചില്ല, പോയില്ല. അങ്ങനെ ഉമ്മാനൊക്കെ പോകുന്നു. അപ്പോൾ കേക്കതിരക്കിൽ ഫുഡ് കഴിക്കാം. അതെ, അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും ഇതിലില്ല. അപ്പോൾ എന്തായാലും നമ്മളത് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ അപ്പാണിപ്പള്ളിയൊക്കെ പോയി കോഴിക്കോട് ബീച്ചിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നു, അതൊന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും ഗൈസ് ഇനി ഫുഡ് കഴിച്ചിട്ട് മമ്മീൻ്റെ എൻ്റെ കൂടെ കൊണ്ടുപോയി ആക്കണം. പിന്നെ നമ്മൾ നേരെ നമ്മളെ വീട്ടിൽ